ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. ജലസ്രോതസ്സുകളിലെ മാലിന്യം നീക്കം ചെയ്യുവാൻ വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ നിർമ്മിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഫ്ലോട്ടിംഗ് മാലിന്യങ്ങളെ അനായാസം നീക്കം ചെയ്യുവാൻ മെഷീന് സാധിക്കും. ജലസ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ലോഞ്ചിംഗ് കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ നിർവഹിച്ചു. മനോഹരമായ ഒരു സംവിധാനമാണ് അഴുക്ക് ജലത്തിലെ മാലിന്യങ്ങൾ എടുത്തു കളയാനുള്ള യന്ത്ര സംവിധാനം. അത് ഇവരുടെ നിരന്തരമായ പരീക്ഷണങ്ങളുടെയും നിരന്തരമായ കണ്ടുപിടുത്ത ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഒരു നേതൃത്വം കൊടുത്ത ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ട്യൂട്ടർമാരെ അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ അറിവുകളെല്ലാം ഈ കണ്ടുപിടുത്തം കൂടി തിരിച്ചുവിട്ട വിദ്യാർത്ഥികളെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെല്ലാം അനുമോദിക്കുകയാണ്. ടെക്നിക്കൽ സ്റ്റാഫുകളെല്ലാം ഇവിടെയുണ്ട്, ട്യൂട്ടറുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ബുദ്ധി കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. അവരെ അഭിനന്ദിക്കുകയാണ്. കൊതമംഗലം രൂപതാധ്യക്ഷന്മാർ ചോർച്ച മടക്കണത്തെ പിതാവിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രസ്റ്റിൻ്റെ പേരിലും ട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെ പേരിലും അപ്പോൾ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ അധ്യാപകർ എല്ലാവരുടെയും പേരിൽ ഡയറക്ടർ തുടങ്ങി എല്ലാവരുടെയും പേരിൽ അനുമോദിക്കുകയാണ്. കാരണം അറിവ് പുസ്തകത്തിൽ നിൽക്കാനുള്ളതല്ല, അത് കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാനുള്ളതാണ്, പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് പോകാനുള്ള അറിവാണ്. അത് വിശ്വതയിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംവിധാനം, ഈ അഴുക്ക് ജലത്തിലെ മാലിന്യങ്ങൾ എടുത്തു മാറ്റാനുള്ള യന്ത്ര സംവിധാനം. ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഫ്ലോട്ടിംഗ് മാലിന്യങ്ങളെ അനായാസം വൃത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് റിമോട്ട് കൺട്രോൾഡ് അക്വാട്ടിക് ട്രാഷ് കളക്ടിംഗ് മെഷീനാണ്. മെയിനായിട്ട് ഇത് സ്ക്രാപ്പായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് മേഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 പെർമനൻറ്റ് DC മോട്ടോഴ്സാണ്. പിന്നെ ബാറ്ററി, പിന്നെ ഇത് കൺട്രോൾ ചെയ്യണ ഒരു RF മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ്. ഏകദേശം 150 മീറ്റർ നമുക്ക് ദൂരം കിട്ടും. അപ്പോൾ നമുക്ക് കരയിൽ നിന്ന് കളക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അത് നമുക്ക് വേണമെങ്കിൽ സോളാർ പവേർഡും ആക്കാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൺവെയർ തന്നെ നമ്മൾ ഈ ട്രെഡ്മില്ലിലെ കൺവെയറില്ലേ അത് വെച്ചാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തം റിമോട്ട് കൺട്രോളുമാണ്. നമുക്ക് ഈസി ആയിട്ട് കാര്യം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത്. എന്നുവെച്ചാൽ നമുക്ക് വലിയ മെയിൻ്റെനൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല. പിന്നെ ഇത് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്താൽ പിന്നെയും കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടുതൽ കിട്ടും. പെട്ടെന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി കൺവെയറൊക്കെ ഇറക്കിയാൽ പെട്ടെന്ന് എഫിഷ്യൻ്റ് ആക്കിയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കരയിൽ നിന്ന് റിമോട്ട് കൺട്രോളിൻ്റെ സഹായത്തോടെ നിയന്ത്രിക്കാവുന്ന ഈ മെഷീൻ ഒറ്റ ചാർജിങ്ങിൽ 4 മണിക്കൂറോളം പ്രവർത്തിപ്പിക്കാം. സോളാറിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മിച്ചിട്ടുള്ള യന്ത്രത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ റെജിൻ റെജി, മുഹമ്മദ് ഫഹദ്, നോയൽ മാത്യൂസ് എന്നിവർ ചേർന്നാണ് മെഷീൻ നിർമ്മിച്ചത്. അധ്യാപകരായ ഡോക്ടർ അരുൺ റാഫേൽ, ബിജു വർഗീസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ചടങ്ങിൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താഴം, പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാജൻ, മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ഷൺമുഖേഷ് കെ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, ഡോക്ടർ അരവിന്ദ് എസ്, ലീബ വർഗീസ് എന്നിവർ പങ്കെടുത്തു. കോളേജിന് നാക്കിൻ്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്.
നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. Nirmala College, Muvatpura, an inspiring journey into the future.